നമുക്കിവിടെ ഒരു ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു ചെറിയ ചക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. ചക്ക ഞാൻ ചെറിയ കഷ്ണമായിട്ട് ഞാനിത് മുറിച്ച് ഇത് ആവി കയറ്റാനായിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെച്ച് ഇത് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അന്നേരം ആവി കയറ്റി എടുത്തിട്ട് നമുക്ക് നോക്കണം, നല്ല സോഫ്റ്റായിട്ട് വരും. അത് നമ്മൾ ആറാനായിട്ട് വെച്ചിട്ട് ഞാനിതിൻ്റെ അരപ്പ് അവിടെ ആക്കുന്നുണ്ട്. ഞാൻ അരമുറി തേങ്ങ, പിന്നെ ജീരകം, വെളുത്തുള്ളി, വറ്റൽമുളക്, കുരുമുളകൊക്കെ എടുത്ത് വെച്ച് മഞ്ഞൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ചേർത്ത് ഞാനത് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ചക്ക ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറിനകത്ത് ഞാനിത് ചതച്ച് നമുക്ക് എടുക്കാം. ഇതിനകത്ത് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ ഇത് ചതച്ചെടുക്കണം. ഇനിയും ഇതിന് വേണ്ടി ഞാനൊരു വലിയൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഈ ചതച്ച് വെച്ച അരപ്പ് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ അതൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമ്മൾ ചതച്ച് വെച്ച ഈ ചക്ക ഇതിനകത്തോട്ട് ചേർത്ത് ഇച്ചിരി ഒരു വെള്ളം കൂടെ അതിനകത്തോട്ട് ചേർത്ത് ഒരു ആവി കയറാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് വേണ്ട, അതിന് മുന്നേ നമുക്കിതായി കിട്ടും. ചക്ക നമ്മൾ നേരത്തെ ആവി കയറ്റിയതായിരുന്നല്ലോ, അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഇതൊന്ന് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പമൊക്കെ കഴിക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്.